ഹായ് ഫ്രണ്ട്സ്, ഷെയർ മാർക്കറ്റ് മലയാളത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ മുഹമ്മദ് റിയാസ്. നമ്മൾ കഴിഞ്ഞ കുറച്ച് എപ്പിസോഡിൽ സംസാരിച്ചുകൊണ്ടിരുന്നത് ട്രേഡിംഗ് സൈക്കോളജിയെക്കുറിച്ചാണ്. നമുക്കിത് ഇന്ന് ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട വേറൊരു ചെറിയൊരു ടോപ്പിക്കും സംസാരിക്കാം. നമ്മളിപ്പോൾ പറഞ്ഞു, ആദ്യം ട്രേഡിംഗ് സ്ട്രാറ്റജി വേണം, പിന്നെ പൊസിഷൻ സൈസിങ്, റിസ്ക് മാനേജ്മെൻറ്റ്, ട്രേഡിംഗ് സൈക്കോളജി. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മാസ്റ്റർ ചെയ്താൽ നല്ലൊരു ട്രേഡർ ആവാൻ സാധിക്കും എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു നല്ല സ്ട്രാറ്റജി കിട്ടി. പക്ഷേ എന്നിട്ടും പുതിയ ട്രേഡേഴ്സ് ട്രേഡ് എടുക്കുമ്പോൾ അവർക്ക് വരുന്നൊരു ചെറിയൊരു പ്രശ്നമാണ്. നമ്മളിപ്പോൾ ഒരു 100 റുപ്പീസിലൊരു ട്രേഡ് എടുത്തെന്ന് വിചാരിച്ചു. ഒരു സ്റ്റോക്കിൻ്റെ വില 100 റുപ്പീസാണ്. അവിടെ ബൈ ചെയ്തു. നമുക്ക് അത്യാവശ്യം നല്ല സ്ട്രാറ്റജി വെച്ചിട്ട് തന്നെയാണ് ബൈ ചെയ്തത്. ഒരു 60% സക്സസ് റേറ്റുള്ള ഒരു സ്ട്രാറ്റജി വെച്ചാണ് ബൈ ചെയ്തത്. പക്ഷേ നമ്മൾ ചില ആൾക്കാർ സ്റ്റോപ്പ് ലോസ് വെക്കില്ല. അത് ഏകദേശം താഴോട്ട് വരും, ഏകദേശം 99, 98. പക്ഷേ അവർ ബുക്ക് ചെയ്യില്ല, സ്റ്റോപ്പ് ലോസ് വെക്കില്ല, ലോസും ബുക്ക് ചെയ്യില്ല. കാരണം അത് തിരിച്ചു പോകുന്നുള്ളൊരു തോന്നൽ, അങ്ങനെ ഒരു ഹോപ്പിൽ അവർ നിൽക്കും. പിന്നെ അത് 97-ലെത്തും, 96, 95-ലെത്തുമ്പോൾ ചിലപ്പോൾ വലിയൊരു ലോസ് അവസാനം ബുക്ക് ചെയ്യും. ചിലരാണെങ്കിൽ അതും ബുക്ക് ചെയ്യില്ല, പിറ്റേ ദിവസം BTST അല്ലെങ്കിൽ ഷോർട്ട് ടേമിലേക്ക് കൺവേർട്ട് ചെയ്യും. പക്ഷേ നമ്മൾ അത് നോക്കുന്നില്ല. ആദ്യത്തെ കേസ് ഓക്കെ, വലിയൊരു ലോസ് അവിടെ ബുക്ക് ചെയ്തു. ഇനി അഥവാ നമ്മളെടുത്ത ട്രേഡ് കറക്റ്റായി, അത് 100-ന്ന് മുകളിലോട്ട് പോകാൻ തുടങ്ങി, 101-ലേക്ക് എത്തുമ്പോൾ തന്നെ ചിലപ്പോൾ നമുക്ക് ടെൻഷൻ വരാൻ തുടങ്ങും ചില ആൾക്കാർക്ക്. ഇത് ഇനി അഥവാ ഇപ്പോൾ പ്രോഫിറ്റിലാണ് 1 റുപ്പി, പക്ഷേ ഇനി ഇത് താഴോട്ട് വന്നിട്ട് ഉള്ള പ്രോഫിറ്റ് പോകുമെന്നുള്ളൊരു ടെൻഷൻ. ആ ടെൻഷന് കൂടി വന്നിട്ട് ഏകദേശം 102-ലേക്ക് എത്തുമ്പോൾ അവരെന്തായാലും പെട്ടെന്ന് ആ പ്രോഫിറ്റ് അവിടെ ബുക്ക് ചെയ്യും. അതായത് കിട്ടിയ പ്രോഫിറ്റ് നഷ്ടപ്പെടുമെന്നുള്ളൊരു പേടി. ഇപ്പോൾ ഇങ്ങനെയുള്ള ട്രേഡ്സ് എടുക്കുന്നതുകൊണ്ട് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, നമുക്ക് ചെറിയ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത്, പ്രോഫിറ്റ് പെട്ടെന്ന് ബുക്ക് ചെയ്തു വന്ന്, പക്ഷേ ലോസ് നമ്മൾ പെട്ടെന്ന് ബുക്ക് ചെയ്യുന്നില്ല. നേരെ തിരിച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ലോസ് ഏറ്റവും ചെറുതാക്കാൻ ശ്രമിക്കുക, പ്രോഫിറ്റ് മാക്സിമം ആക്കാൻ നോക്കണം. ഇങ്ങനെ ചെയ്താൽ, അഥവാ ഇപ്പോൾ പ്രോഫിറ്റ് നമ്മളെ പെട്ടെന്ന് ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലോസ് വലിയതാവാൻ നമ്മൾ സമ്മതിക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് ലോങ് റണ്ണിൽ ഒരിക്കലും സക്സസ് ആവാൻ പറ്റില്ല. നമ്മുടെ ഒരു റേഷ്യോ ഉണ്ട്, എക്സ്പെക്റ്റൻസി റേഷ്യോ, അല്ലെങ്കിൽ അതായത് നമ്മുടെ ആവറേജ് വിന്നിങ്, അതായത് ഒരു വിന്നിൽ കിട്ടുന്ന ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്മുടെ സക്സസ് റേറ്റ് മൈനസ് ആവറേജ് ലോസ് ഇൻറ്റു നമ്മുടെ ലോസ് റേറ്റ്. ഇത് ചെയ്താൽ നമുക്ക് കിട്ടുന്നൊരു റേഷ്യോ ഉണ്ട്. അതെപ്പോഴും പോസിറ്റീവായി നിലനിർത്താൻ ശ്രമിക്കണം. ആ റേഷ്യോ കഴിയുന്നതും ബെറ്റർ ആക്കാനാണ് നമ്മളെപ്പോഴും ശ്രമിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ലോങ് റണ്ണിൽ ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആവാൻ പറ്റും. നമുക്കിപ്പോൾ എടുത്ത കേസിൽ തന്നെ നോക്കാം. ആദ്യം ഇപ്പോൾ നമ്മൾ 95-ലാണ് നമ്മൾ ലോസ് ബുക്ക് ചെയ്തത്. 5 റുപ്പീസാണ് അവിടെ ലോസ് വന്നത്. നമ്മളിപ്പോൾ ചെറിയ സാമ്പിൾ സൈസാണ് എടുത്തത്, 10 അങ്ങനെ ചെറിയതല്ല എടുക്കേണ്ടത്, നമ്മൾ ശരിയായ സ്ട്രാറ്റജി ടെസ്റ്റ് ചെയ്യുമ്പോൾ. പക്ഷേ നമ്മൾക്ക് ഇപ്പോൾ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി 10-ൻ്റെ സാമ്പിൾ സൈസ്. അപ്പോൾ ഇതിൽ 60% സക്സസ് റേറ്റ് പറഞ്ഞാൽ 6 ട്രേഡ്സ് സക്സസ് ആയിരിക്കാം, 4 ലോസ് ആയിരിക്കും. അപ്പോൾ 6 ഇൻറ്റു നമ്മൾ സക്സസ് ആകുമ്പോൾ എടുക്കുന്ന പ്രോഫിറ്റ് പറഞ്ഞാൽ 2ആണ്. 6 ഇൻറ്റു 2 12. അതേപോലെ നമ്മുടെ ലോസ് ആകുമ്പോൾ എടുക്കുന്നത് 4 ട്രേഡ്സാണ് നമ്മൾ ലോസ്. അതിൽ നമ്മൾ എടുക്കുന്ന ലോസ് എന്ന് പറഞ്ഞാൽ 5 ആണ് ആവറേജ് എടുക്കുന്നത്. ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് കരുതുന്നത് ഇപ്പോൾ. അപ്പോൾ 4 ഇൻറ്റു 5 20, 12 മൈനസ് 20 നെഗറ്റീവാണ് അവിടെ എക്സ്പെക്റ്റൻസി റേഷ്യോ നമുക്ക് കിട്ടുന്നുള്ളത്. ഇത് കുറച്ച് വലിയ ഇതാണ് നമ്മളൊരു എക്സാമ്പിൾ എടുത്തുകൊണ്ട്. പക്ഷേ നമുക്ക് റിയൽ ട്രേഡിൽ ഇത്രത്തോളം ഒന്നും വരില്ലെങ്കിലും നമ്മൾ ഈ ഒരു വാല്യൂ എപ്പോഴും പോസിറ്റീവ് ആക്കാൻ ഉണ്ടാകും നമ്മൾ ശ്രമിക്കേണ്ടത്, ലോങ് ടേമിൽ സക്സസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ ഇക്വേഷനിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, 2 കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഒന്ന് നമ്മുടെ ട്രേഡിങ്ങിൻ്റെ സക്സസ് റേറ്റ്. രണ്ടാമത്തെ കാര്യം ഇതിൽ വരുന്നത് നമ്മുടെ ആവറേജ് വിന്നിങ്ങും ആവറേജ് ലോസും. ഒരു ട്രേഡിൻ്റെ സക്സസ് റേറ്റ് അത്യാവശ്യം നല്ലൊരു സ്ട്രാറ്റജി നമ്മൾ കണ്ടുപിടിച്ചാൽ നമുക്ക് ചെയ്യാം. അങ്ങനെ നമുക്ക് ആ സ്ട്രാറ്റജി തന്നെ കുറച്ചുകൂടി ബെറ്റർ സക്സസ് റേറ്റ് ആക്കാൻ ശ്രമിക്കാം. ഒരു രീതി അതാണ്. പിന്നെ രണ്ടാമത്തെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമായിട്ട് വരുന്നത് എന്താണ്, നമ്മുടെ ആവറേജ് വിന്നേഴ്സ്. ആവറേജ് വിന്ന് നമുക്ക് എപ്പോഴും ആവറേജ് ലോസിനേക്കാളും വലുതാക്കാൻ ശ്രമിക്കണം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് റിസ്ക് റിവാർഡ് റേഷ്യോ എന്നുള്ളത്. അപ്പോൾ നമ്മളൊരു ട്രേഡ് എടുക്കുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കും.
എപ്പോഴും സ്റ്റോപ്പ് ലോസ് വെക്കണം. കാരണം നമ്മൊരു ട്രേഡ് എടുക്കുമ്പോൾ നമ്മളെ കൺട്രോളിലുള്ളത് ആ ട്രേഡ് ഏത് സൈഡ് പോകുന്നുള്ളത് നമുക്ക് ഒരിക്കലും ഉറപ്പ് പറയാൻ പറ്റില്ല, ഒരു പ്രോബബിലിറ്റി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കവിടെ കൺട്രോളിൽ വരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ റിസ്ക് കൺട്രോൾ ചെയ്യുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ ട്രേഡ് ലോസ് ആയെങ്കിൽ, അഥവാ നമ്മൾ വിചാരിച്ച നേരെ ഓപ്പോസിറ്റ് പോയാൽ നമുക്ക് എത്ര റുപ്പീസ് ലോസ് വരും, ആ ഒരു കാര്യം മാത്രമേ നമുക്കിതിൽ ഒരു കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. മറ്റു കാര്യങ്ങൾ, അഥവാ ഇത് ലോസ് ആവുക അല്ലെങ്കിൽ പ്രോഫിറ്റ് ആവുക, എത്രത്തോളം പ്രോഫിറ്റ് പോകും, അതൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യത്തിലുള്ളതല്ല. അപ്പോൾ നമ്മളെപ്പോഴും ആദ്യം നോക്കേണ്ടത് എത്ര സ്റ്റോപ്പ് ലോസ് വെക്കണം. അത് നമ്മുടെ സ്ട്രാറ്റജി അനുസരിച്ചാണ് വെക്കേണ്ടത്. നമുക്ക് പല സ്ട്രാറ്റജീസ് ഉണ്ടാവും. അപ്പോൾ സ്ട്രാറ്റജി അനുസരിച്ചുള്ള സ്റ്റോപ്പ് ലോസ്, സപ്പോർട്ടിലാണെങ്കിൽ സപ്പോർട്ടിൻ്റെ താഴെ ചെറിയൊരു ബഫർ ഇട്ടിട്ട് വെക്കാം, അല്ലെങ്കിൽ പല സ്ട്രാറ്റജീസ് ഉണ്ട് സ്റ്റോപ്പ് ലോസ് വെക്കാനുള്ള. അത് നമ്മുടെ സ്ട്രാറ്റജി അനുസരിച്ച് വെക്കാം. പക്ഷേ നമ്മളെപ്പോഴും ടാർഗറ്റ് വെക്കുന്നുണ്ടത് അതിൽ നിന്ന് ആ സ്റ്റോപ്പ് ലോസ് വെക്കുന്നതിനേക്കാളും ഏകദേശം 2 അല്ലെങ്കിൽ 2 ഇരട്ടി. അതന്നെ നിർബന്ധമില്ല. ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലാണെങ്കിൽ നമുക്കൊരു ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലാണെങ്കിൽ, അതായത് പെട്ടെന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ 1:1.5 വെച്ചാലും പ്രശ്നമൊന്നുമില്ല. ഒരു കോൺഫിഡൻസ് വന്ന ശേഷം വീണ്ടും വേണമെങ്കിൽ RR റേഷ്യോ കൂട്ടിയാലും മതി, റിസ്ക് റിവാർഡ് റേഷ്യോ കൂട്ടിയാലും മതി. പിന്നീട് 1:2 വെക്കാം, അതിന് കൂടുതൽ വെക്കാം. പിന്നെ വേണമെങ്കിൽ ട്രയൽ ചെയ്തുകൊണ്ട് പോകുന്ന രീതിയും കൊണ്ടുപോകാം. പക്ഷേ ഫസ്റ്റ് ഒരു കോൺഫിഡൻസ് വരാൻ വേണ്ടി ചെറിയൊരു, അതായത് നമ്മുടെ റിസ്ക് എടുക്കുന്നതിനേക്കാളും കൂടുതൽ റിവാർഡ് കിട്ടുന്ന രീതിയിലുള്ള ഒരു ട്രേഡ്സ് ആയിരിക്കണം നമ്മൾ എപ്പോഴും എടുക്കേണ്ടത്. ഇനിയിപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുക്കാം. ഇപ്പോൾ 100-ലാണ് സ്റ്റോക്ക് ഉള്ളത്, നമുക്ക് 98-ലാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വരുന്നത്. പക്ഷേ 101-ൽ തന്നെ അതിൻ്റെ റെസിസ്റ്റൻസ് ഉണ്ട്, ഒരു അടുത്ത് തന്നെ വരുന്ന ഒരു മേജർ റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ട്രേഡ് എടുക്കാതിരിക്കാം, ഒഴിവാക്കാം. അത്രയേ ഉള്ളൂ ചിന്തിക്കാൻ, കൂടുതലൊന്നും നോക്കേണ്ടിയില്ല. കാരണം മാർക്കറ്റിൽ ഇഷ്ടംപോലെ ചാൻസസ് ഉണ്ട്, വേറെ ഇഷ്ടംപോലെ സ്റ്റോക്സ് ഉണ്ട്, അല്ലെങ്കിൽ ട്രേഡ്സ് ഉണ്ട്. നമുക്കിപ്പോൾ അതന്നെ എടുക്കണം നിർബന്ധമൊന്നുമില്ല. നമുക്ക് അടുത്ത് നോക്കാം, അടുത്ത ട്രേഡ് നമ്മൾ സെറ്റപ്പ് അതിൽ വന്നിട്ടുണ്ടാകും. പക്ഷേ നമുക്ക് ആവശ്യമുള്ള റിസ്ക് റിവാർഡ് അതിലില്ല. അപ്പോൾ നമുക്കത് ഒഴിവാക്കി അടുത്ത ട്രേഡിലേക്ക് പോവാം. അപ്പോൾ 1:2 റേഷ്യോ എങ്കിലും കിട്ടണം. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ആവറേജ് എക്സാക്റ്റ് അതന്നെ കിട്ടും എന്നുള്ള ഉറപ്പൊന്നും ഒരു ട്രേഡിൽ പറയാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ഇപ്പോൾ ലോങ് റണ്ണിൽ ആവറേജ് എടുക്കുമ്പോൾ ഏകദേശം അത് ഇതിൽ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ സക്സസ് ആയിരിക്കും എപ്പോഴും. അത് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാം. ആദ്യം പറഞ്ഞ റേഷ്യോ വെച്ചിട്ട് തന്നെ ഒരു 60% തന്നെ വെച്ചോ. അപ്പോൾ 6 × നമ്മുടെ വിന്നേഴ്സ് 4ആണ്, 6 4 24. അതേപോലെ ലൂസേഴ്സ് നമ്മൾ 4 ലോസായ ട്രേഡ്സ് ആണുള്ളത്. അതിൽ നമ്മൾ ബുക്ക് ചെയ്യുന്ന ആവറേജ് ലോസ് ആയിരുന്നത് 2ആണ്. 4 × 2 8, 24 - 8 16. നല്ല സക്സസ് റേഷ്യോ. അത്രത്തോളം നമുക്ക് ലോങ് റൺ വലിയൊരു സാമ്പിൾ സൈസിൽ കിട്ടണമെന്നില്ല, ഞാൻ ഇത് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ എങ്കിലും നമുക്ക് ആ ഒരു റേഷ്യോ പോസിറ്റീവായിട്ട് വെക്കാൻ നമുക്ക് എപ്പോഴും ശ്രമിക്കുക. ഓക്കെ, ഇനിയുണ്ട് കുറേ കാര്യങ്ങൾ പറയാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള. അടുത്ത വീഡിയോയിലാവാം, കാരണം കൂടുതൽ വലിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ. ഓക്കെ.